بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് 61ാമത്തെ വീഡിയോ ആണ്. 58 മുതൽ 60 വരെയുള്ള ആയത്തുകളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതിൻ്റെ വാക്കർത്ഥവും തഫ്സീർ പ്രകാരമുള്ള വിശദീകരണങ്ങളും ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ വീഡിയോകളും നിഷ്പ്രയാസം ലഭ്യമാകുമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വറബ്ബുക്കൽ ഗഫൂറു ദുർ റഹ്മതി ലൗ യുആഖിദുഹും ബിമാ കസബു ലഅജ്ജല ലഹുമുൽ അദാബ് ബൽ ലഹും മൗഇദുൻ ലൻ യജിദൂ മിൻ ദൂനിഹി മൗഇലാ. ഇത് 58ാമത്തെ ആയത്താണ് ഞാനിപ്പോൾ ഓതിയത്. റബ്ബുക്ക, നിന്റെ രക്ഷിതാവ്. നബിയോട് അല്ലാഹു തആല പറയാണ്, നിന്റെ രക്ഷിതാവ്. അൽ ഗഫൂർ, വല്ലാതെ പൊറുക്കുന്നവനാണ്. ദുർ റഹ്മത്തി, കരുണാനിധിയുമാണ്, കാരുണ്യമുള്ളവനുമാണ്. ലൗ യുആഖിദുഹും, അവരെ അവൻ പിടികൂടുകയാണെങ്കിൽ മനുഷ്യന്മാരെ നടത്തും. മനുഷ്യന്മാരെ അള്ളാഹു പിടികൂടുകയാണെങ്കിൽ ബിമാ കസബു, അവർ ചെയ്തു വെച്ച കുറ്റകൃത്യങ്ങളുടെ പേരിൽ അള്ളാഹു പിടികൂടുകയാണെങ്കിൽ ലഅജ്ജല ലഹും, അവർക്ക് അവൻ വേഗമാക്കുമായിരുന്നു, വളരെ വേഗത്തിൽ. അൽ അദാബ്, അദാബ് ശിക്ഷ നൽകുന്നതിനെ വളരെ വേഗത്തിലാക്കുമായിരുന്നു. ബൽ, പക്ഷേ, ലഹും അവർക്കുണ്ട്, മൗഇദുൻ, ഒരു നിശ്ചിത സമയവും സ്ഥലവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലൻ യജിദൂ, അവർ എത്തിക്കുകയില്ല, മിൻ ദൂനിഹി, അള്ളാഹുവിനെ കൂടാതെ, അവനെ കൂടാതെ, മൗഇലൻ, ഒരു രക്ഷാസ്ഥാനത്തെ അവർ എത്തിക്കുകയില്ല. ഈ ആയത്തിൽ പറഞ്ഞത് മനുഷ്യൻ ചെയ്തു വെച്ച തെറ്റിൻ്റെ പേരിൽ അള്ളാഹു ശിക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹു പിടികൂടിക്കൊണ്ട് വേഗത്തിൽ ശിക്ഷിക്കും. പക്ഷെ അവർക്ക് അള്ളാഹു ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്, ഒരു സ്ഥലവും. ആ സമയം എത്തിക്കഴിഞ്ഞാലല്ലാതെ അവരെ അള്ളാഹു ശിക്ഷിക്കില്ല. അള്ളാഹു ഗഫൂറുമാണ്, കരുണാനിധിയുമാണ്, വല്ലാതെ പൊറുക്കുന്നവനുമാണ് എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞത്. ഇനി അതിൻ്റെ തഫ്സീർ വായിക്കാം. റബ്ബുക യാ മുഹമ്മദ് ഗഫൂറുൻ ദൂ റഹ്മത്തിൻ വാസിഅ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാണ്, റബ്ബുക, നിന്റെ രക്ഷിതാവ്, നിങ്ങളുടെ രക്ഷിതാവ് മുഹമ്മദ് നബിയെ, നിങ്ങളുടെ രക്ഷിതാവ് ഗഫൂറുൻ, പൊറുക്കുന്നവനാണ്, ദൂ റഹ്മത്തിൻ, കരുണാനിധിയുമാണ്, വാസിഅത്തിൻ, കരുണ, വിശാലമായ കരുണയുള്ള അള്ളാഹുവാണ്. ഇതിനോട് ഇബ്നു കസീറിൻ്റെ തഫ്സീറിൽ 2 ആയത്തുകൾ ബലപ്പെടുത്തുന്ന, ഇതിൻ്റെ മീനിങ്ങിനെ ബലപ്പെടുത്തുന്ന വിധത്തിൽ 2 ആയത്തുകൾ ഇബ്നു കസീർ ഉദ്ധരിച്ചിട്ടുണ്ട്. അത് ഞാനിവിടെ വായിക്കാം. 1ാമത്തെ ആയത്ത്, ലൗ യുആഖിദുല്ലാഹു الناس ബിമാ കസബു മാ തറക അലാ ദഹ്രിഹാ മിൻ ദാബത്തിൻ
ലൗ യുആഖിറുല്ലാഹു അല്ലാഹു തആല പിടികൂടുകയാണെങ്കിൽ അന്നാസ മനുഷ്യരെ ബിമാ കസബു അവർ ചെയ്തു വെച്ച തെറ്റുകളുടെ പേരിൽ കുറ്റകൃത്യങ്ങളുടെ പേരിൽ അല്ലാഹു പിടികൂടുകയാണെങ്കിൽ മാ തറക്ക അലൈഹ ഭൂമിയുടെ ഭൂമുഖത്ത് അള്ളാഹു ഒഴിച്ചിടുമായിരുന്നില്ല മിന്ദാപത്തിൻ ഒരു ഭൂമിയിൽ നടക്കുന്ന ഒരു വസ്തുവിനെയും. അതായത് ദാമ്പത്യം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നടക്കുന്ന ജന്തുജാലങ്ങൾ, മൃഗങ്ങൾ എന്നർത്ഥമല്ല. ജന്തുജാലങ്ങൾ എന്ന് പറഞ്ഞാൽ മായത്തിപ്പ് കാലല്ലാതെ ഭൂമിയിൽ ജീവനോടെ സഞ്ചരിക്കുന്ന വസ്തുക്കൾ, അതിൽ മനുഷ്യനും പെട്ടു, എല്ലാം പെട്ടു. അപ്പോൾ ഇവിടെ ഉദ്ദേശം മനുഷ്യനാണല്ലോ തെറ്റ് ചെയ്ത കുറ്റകൃത്യങ്ങൾ ചെയ്താൽ അതിന് ശരിയായ ശിക്ഷ കൊടുക്കുന്ന മറ്റൊക്കെ. അപ്പോൾ ഇവിടെ മനുഷ്യൻ എന്നുള്ള ഉദ്ദേശമാണ്. മനുഷ്യന്മാർ ചെയ്തു കൂട്ടുന്ന തെറ്റുകൾ, കുറ്റകൃത്യങ്ങൾ അള്ളാഹു അതിൻ്റെ പേരിൽ അള്ളാഹു പിടികൂടുകയാണെങ്കിൽ ഓരൊറ്റ മനുഷ്യനെയും ഈ ലോകത്ത് ഒഴിച്ചു വെക്കുമായിരുന്നില്ല. എല്ലാം തത്സമയം തന്നെ പിടികൂടി ശിക്ഷിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. വഇന്ന റബ്ബക വേറെ ആയത്ത് വഇന്ന റബ്ബക ലദൂ മഗ്ഫിറത്തിൽ ലിന്നാസ് അലാ ദുൽമിഹിം വഇന്ന റബ്ബക ലശദീദുൽ ഇഖാബ്. രണ്ടാമത്തെ ആയത്ത് വഇന്ന റബ്ബക ലദൂ മഗ്ഫിറത്തിൻ തീർച്ചയായും നിന്റെ രക്ഷിതാവ് ലദൂ മഗ്ഫിറത്തിൻ പൊറുക്കുന്നവനാണ് ലിന്നാസ് ജനങ്ങൾക്ക് അലാ ദുൽമിഹിം അവർ ചെയ്ത അക്രമത്തിൻ്റെ പേരിൽ അള്ളാഹു പുറത്തു കൊടുക്കുന്നവനാണ്. എന്നാൽ അള്ളാഹു എല്ലായ്പ്പോഴും പുറത്തു കൊടുക്കുക തന്നെ ചെയ്യും, എന്ത് തെറ്റ് ചെയ്താലും എന്ന് കണക്കാക്കണ്ട. വഇന്ന റബ്ബക തീർച്ചയായും നിന്റെ രക്ഷിതാവ് ലശദീദുൽ ഇഖാബ് കഠിനമായി ശിക്ഷിക്കുന്നവനുമാണ്. അപ്പോൾ ആർക്കാണ് ഈ പുറത്തു കൊടുക്കുക എന്നുള്ള ഭാഗ്യം ലഭ്യമാവുന്നതെങ്കിൽ അവർക്കത് വലിയ നേട്ടമാവും. അള്ളാഹു കഠിനമായി ശിക്ഷിക്കുകയും ചെയ്യും. കാരണം ശിക്ഷ അള്ളാഹുവിൻ്റെ ഉദ്ദേശം അനുസരിച്ച് രണ്ട് കാര്യവും പ്രായോഗികമാക്കപ്പെടും എന്നാണ് ഈ രണ്ട് ആയത്തിൽ നമ്മൾക്ക് മനസ്സിലായത്. രണ്ട് ആയത്തും ഇവിടെ ഇബ്നു കസീർ സാധാരണ തഫ്സീറുകളിൽ ഇബ്നു കസീർ റളിയല്ലാഹു എന്ന് പറയുന്നത് രണ്ട് തഫ്സീറുൽ ഖുർആനി ബിൽ ഖുർആനാണ്. ഖുർആൻ കൊണ്ട് തന്നെ തഫ്സീർ പറയുന്ന ആ ഒരു പ്രത്യേകത ഇബ്നു കസീറിന് മാത്രമേ ഉള്ളൂ. അതായത് അപ്പോൾ ഒരായത്ത് പറഞ്ഞാൽ അതിൻ്റെ തഫ്സീർ പറയുമ്പോൾ വേറെ ആയത്തെടുത്ത് ഉദ്ധരിച്ച് അതിന് ശക്തി കൂടുന്ന വിധത്തിൽ ആണ് അദ്ദേഹത്തിൻ്റെ തഫ്സീറുകൾ. അതുകൊണ്ട് രണ്ടായത്ത് ഇബ്നു കസീർ തഫ്സീറിൽ പറഞ്ഞതാണ് ഞാനിവിടെ എടുത്ത് പറഞ്ഞത്. അപ്പോൾ ഈ നിലയ്ക്കുള്ള ആയത്തുകൾ കണ്ടമാനം ഉണ്ട്. അത് മുഴുവനും ഇവിടെ അദ്ദേഹം ഉദ്ധരിച്ചിട്ടില്ല. ഇന്ന റബ്ബക ലശദീദുൽ ഇഖാബ് എന്ന് പറഞ്ഞ കുറ്റകൃത്യങ്ങൾ ചെയ്താൽ അള്ളാഹു കഠിനമായി ശിക്ഷിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശിക്ഷിക്കുന്നത് ഒരു ദിവസമാണ്. ആ ദിവസം ഏതാണ്? യൗമ യശീബു ഫീഹിൽ വലീദ്. കുട്ടികൾ പോലും നിരബാധിച്ചു പോകുന്ന സമയം, ദിവസം. പിന്നെ ആ ദിവസത്തെ സംബന്ധിച്ച് ഹൂദ് സൂറത്തിലാണെന്ന് തോന്നുന്നു പറഞ്ഞിട്ടുണ്ട്, കുല്ലു ദാത്തി ഹംലിൻ വതദഉ കുല്ലു ദാത്തി ഹംലിൻ ഹംലഹ. എല്ലാ ഗർഭിണികളും ഈ ദിവസത്തിൻ്റെ ഭീകരതയാൽ അതിലുള്ള പ്രയാസങ്ങൾ ആലോചിച്ചുകൊണ്ട് പേടിച്ച് ഭയഭീതരായിക്കൊണ്ട് അവരുടെ ഗർഭം പ്രസവിച്ചു പോകുന്ന ദിവസം. തറന്നാസ സുക്കാറ വമാഹും ബി സുക്കാറ. ജനങ്ങളെല്ലാം ലഹരി ബാധിച്ചവരായിട്ട് നടന്നു പോകുന്ന കാണാം. യഥാർത്ഥത്തിൽ അവർ ലഹരി ബാധിച്ചതല്ല. വമാഹും ബി സുക്കാറ വലാക്കിൻ അദാബ് അല്ലാഹി ഷദീദ്. അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഓർത്തിട്ടുള്ള അവരുടെ ആ മാനസിക വിഭ്രാന്തിയാണ് അതിലൂടെ മനസ്സിലാവുന്നത്. അത്രയും ഭീകരമായ ദിവസമാണ് ഖിയാമത്ത് നാൾ എന്ന് പറയുന്നത്. ആ ഖിയാമത്ത് നാളിലാണ് അള്ളാഹുവിൻ്റെ ശിക്ഷ ലഭ്യമാവുക ആ സമയത്ത്. അല്ലാതെ
ഇവിടെ ഈ ദുനിയാവിൽ വെച്ച് കഠിനമായി ശിക്ഷിക്കുന്നില്ല അള്ളാഹു. അതാണ് ബല്ലഹും കാല ബല്ലഹും മൗഇദ. ഒരു രക്ഷാസമയം ഇല്ലാത്ത ഒരു ദിവസം, അതാണ് പറഞ്ഞത്. അവരെ ഒരു ദിവസവും ഒരു സമയവും ഒരു പ്ലേസും അതിനായിട്ട് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ആ ദിവസം എത്തിയാൽ മനുഷ്യർക്ക് വേറൊരു രക്ഷാസ്ഥാനവും കാണാൻ കഴിയില്ല. അങ്ങനത്തെ ദിവസമാണ് എന്നാ പറഞ്ഞത്. ഇനി 59-ാമത്തെ ആയത്ത്, വതിൽകൽ ഖുറാ അഹ്ലക്നാഹും ലമ്മാ ളലമൂ വജഅൽനാ ലിമഹ്ലികിഹിം മൗഇദാ. വതിൽകൽ ഖുറാ, ആ ഗ്രാമങ്ങൾ, ആ പ്രദേശങ്ങളെല്ലാം, അഹ്ലക്നാഹും, ആ പ്രദേശത്തുള്ള ജനങ്ങളാണ് ഉദ്ദേശം. അഹ്ലക്നാഹും, അവരെ നാം നശിപ്പിച്ചു. ലമ്മാ ളലമൂ, അവർ അക്രമികളായപ്പോൾ, അവർ അക്രമം പ്രവർത്തിച്ചപ്പോൾ അവരെ എല്ലാം നശിപ്പിച്ചു. തിൽക്കൽ ഖുറ എന്ന് പറഞ്ഞാൽ ആ സ്ഥലങ്ങൾ എന്നാണ്, ആ നാട്, ആ നാടുകൾ, പ്രദേശങ്ങളെ നശിപ്പിച്ചു എന്ന് പറയുന്നതാണെങ്കിൽ അഹ്ലക്ന ഹ എന്നാ പറയേണ്ടത്. തിൽക്കൽ ഖുറ അഹ്ലക്ന, അള്ളാഹുവിടെ ആ പ്രദേശത്ത് താമസിക്കുന്നവരെ ലക്ഷ്യം വെച്ചിട്ടാണ് പറഞ്ഞത് അഹ്ലക്ന ഹൂം എന്ന്. ഹൂം എന്നുള്ളത് ആ ഒക്കലായിലേക്ക് മടങ്ങുന്ന ലമീറാണ്. അവർ എന്നുള്ളത് മനുഷ്യന്മാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ മൃഗങ്ങളെ സംബന്ധിച്ചൊക്കെ പറയുന്നു. ഇവിടെ ആ ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ ആ നാടുകളിൽ താമസിക്കുന്ന ആളുകൾ എന്നാണ് അർത്ഥം. അഹ്ലക്നാഹും എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ അഹ്ലക്നാഹ എന്നാ പറയേണ്ടത്. അഹ്ലക്നാഹും, അവരെ, ആ പ്രദേശങ്ങൾ അഹ്ലക്നാഹും, പ്രദേശങ്ങളിലുള്ള ആളുകളെ നമ്മൾ നശിപ്പിച്ചു. ലമ്മാ ലലമൂ, അവർ അക്രമികളായപ്പോൾ. ലമ്മാ ലലമൂ എന്ന് പറഞ്ഞപ്പോൾ അതും ഈ ജമ്മു മുദക്കർ സാലിമാണ്. ലലമൂ, അവൻ അക്രമിച്ചു, അവർ രണ്ടുപേരെ അക്രമിച്ചു. ലലമൂ, അവർ അക്രമിച്ചു. അപ്പോൾ ഇത് ആക്കൽ, ജമ്മു മുദക്കർ സാലിം എന്ന് പറഞ്ഞാൽ ഒക്കലായന് ഉപയോഗിക്കുന്നതാണ്, ബുദ്ധിയുള്ളവർക്ക്. അത് മനുഷ്യനാണ്. അപ്പോൾ സ്ഥലം എന്ന് പറഞ്ഞിട്ട് സ്ഥലത്തിലുള്ള ജനങ്ങളാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ജനങ്ങൾ അക്രമം ചെയ്തപ്പോൾ അവരെ നശിപ്പിച്ചു എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ അൽ ഉമമു സാരിഫ വൽ ഖുറൂനുൽ ഹാലിയ, മുൻകഴിഞ്ഞ സമുദായങ്ങൾ, അക്കാലത്ത് ജീവിച്ചിരുന്ന ആളുകൾ, പൂർവികന്മാർ, അവരെ നശിപ്പിച്ചു. ബിസ്സബബി കുഫ്രിഹിം വ ഇനാദിഹിം, അവരുടെ അവിശ്വാസം കാരണമായിട്ട്. അവർ പ്രവാചകന്മാരെ തള്ളിപ്പറയുകയും അതനുസരിച്ച് പ്രവാചകന്മാരെ അനുസരിക്കാതെ കുഫ്രിയത്തിലും വിഗ്രഹാരാധനയിലുമായിട്ട് കഴിഞ്ഞുകൂടുകയും ചെയ്തിരുന്നവരായിരുന്നു. അതുകൊണ്ട് അവർ നശിപ്പിച്ചു. തന്നെയല്ല, അവർ വളരെയധികം പരിധി ലംഘിച്ചുകൊണ്ട് ജീവിച്ചവരാണ്. അതുകൊണ്ടാണ് അവരെ നശിപ്പിച്ചത്. അതുപോലെ വജഅൽനാ ലിമഹ്ലികിഹിം മൗഇദ, അല്ലാഹു തആല പറയുന്നത് തിൽക ഖുറ അഹ്ലക്നാഹും ലമ്മാ ളലമൂ വജഅൽനാ ലിമഹ്ലികിഹിം, അവരുടെ നാശത്തിന് നാം തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട്. മൗഇദൻ, ഒരു സ്ഥലവും സമയവും. ജഅൽനാഹു, അതിനെ നാം ആക്കിയില്ല. മുദ്ദത്തിൻ മഅലൂമത്തിൻ വഖ്തിൻ മുഅയ്യനൻ യസീദു വലാ യൻഖുസ്, അതായത് നിശ്ചയിക്കപ്പെട്ട ഒരു സമയമുണ്ട്. അത് ഒരു മിനിറ്റ് അങ്ങോട്ടും പോവില്ല, ഇങ്ങോട്ടും വരില്ല. അത് ആ സ്ഥലത്ത് വെച്ചിട്ട് തന്നെ, ആ കൃത്യസമയത്ത്, അല്ലാഹു നിശ്ചയിച്ച സമയത്ത്. അത് ഖിയാമത്ത് നാളാണ്. ആ ഖിയാമത്ത് നാളിൽ ഈ ശിക്ഷ എന്തായാലും നടപ്പിൽ വരും. കദാലിക, അങ്ങനെ സംഭവിച്ചതുപോലെ അന്തും അയ്യുഹൽ മുശ്രിക്കൂൻ, മുശ്രിക്കീങ്ങളോട് ഖുർആൻ ഇറങ്ങുമ്പോൾ അവിടെയുള്ള ഇത് അഭിമുഖീകരിക്കുന്ന മുശ്രിക്കീങ്ങളോട് പറയാണ്, ഇതേപോലെ നിങ്ങളും അനുഭവിക്കേണ്ടി വരും. വളരെ ജാഗരൂകരായി ഇരുന്നോളൂ.
ജാഗ്രതയോടെ നിങ്ങൾ കൈകാര്യം ചെയ്തോളൂ. എന്ത് യഹ്ദറൂ അൻ യുസീബക്കും മാ അസാബഹു, അവർക്ക് എത്തിയതുപോലെ നിങ്ങൾക്കും എത്തും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നിങ്ങൾ വളരെ ജാഗ്രതയോടെ മുന്നോട്ട് പോവുക. കരുതബിത്തും ഫഖദ് കരുതബിത്തും അഷ്റഫ് റസൂലും ആദമ നബിയൻ, നിങ്ങൾ തള്ളിപ്പറയുകയും കളവാക്കുകയും ചെയ്ത് സാധാരണക്കാരനല്ല. റസൂൽ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്, ഒരു സാധാരണക്കാരനല്ല. അദ്ദേഹത്തെയാണ് നിങ്ങൾ കളവാക്കിയത്, തള്ളി പറഞ്ഞത്. ഇത് വലിയ അപരാധമാണ് നിങ്ങൾ ചെയ്തത്. വലസ്തും ബി അഅസ്സ അലൈന, നിങ്ങൾ ഞങ്ങൾക്ക് ഒരു 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 കാര്യപ്പെട്ട സാധനമല്ല. നിങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു സ്ഥാനമുള്ള ആളുകളൊന്നുമല്ല. അതിൻ്റെ പേരിൽ നിങ്ങൾ ഹാഫു അദാബി വനുദരി, എൻ്റെ താക്കീതുകളും എൻ്റെ ശിക്ഷയും നിങ്ങൾ ഭയപ്പെട്ട് ജീവിച്ചു മുന്നോട്ട് പോയാൽ മതി. എൻ്റെ ശിക്ഷയെ സംബന്ധിച്ചും എൻ്റെ താക്കീതുകളെ സംബന്ധിച്ചുമുള്ള ഭയം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവണം. നിങ്ങൾ അത്രയും വലിയ ഭീകരമായ കൃത്യമാണ് ചെയ്തത്. സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ ദ്രോഹിക്കുകയും പുച്ഛിച്ചു തള്ളുകയും കളവാക്കുകയും ചെയ്ത ആ വലിയ കുറ്റമാണ് നിങ്ങൾ ചെയ്തത്. അതിൻ്റെ കൊണ്ട് നിങ്ങൾക്കും ഇത്തരത്തിൽ വന്ന് ഭവിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ എന്നാണ് ഈ ആയത്തിലൂടെ അല്ലാഹു തആല അവരോട് പറയുന്നത്, മക്ക മുശ്രിക്കുകളോട്. പിന്നെ 59-ാമത്തെ ആയത്താണ് തിൽക്കൽ ഖുറ അഹ്ലക്നാഹും ലമ്മാ ളലമൂ വജഅൽനാ ലിമഹ്ലികിഹിം മൗഇദ എന്ന് പറഞ്ഞത്. അതാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. ഇനി 60-ാമത്തെ ആയത്ത്, إذ قال موسى لفتاه لا أبرح حتى أبلغ مجمع البحرين أو أمضي حقبا. ഇത് 60-ാമത്തെ ആയത്താണ്. ഈ ആയത്ത് മൂന്നാമതൊരു ചരിത്രത്തിൻ്റെ തുടക്കമാണ്. അതുകൊണ്ട് തന്നെ ഈ ആയത്ത് മുതൽ നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യപ്പെടും. രണ്ട് ചരിത്രങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്നാമതായിട്ട് അസ്ഹാബുൽ കഹ്ഫിൻ്റെ ചരിത്രം, അത് വിശദമായി ചർച്ച ചെയ്തു. പിന്നെ ഉണ്ടായ രണ്ടാമത്തെ ചരിത്രം സാഹിബുൽ ജന്നത്തൈനി. ബനി ഇസ്രായേൽ 2 സഹോദരന്മാർ, അവരുടെ പിതാവ് മരിച്ചപ്പോൾ 2 പേർക്കും അതിൻ്റെ അനന്തരാവകാശം കിട്ടി. ഒരാൾക്ക് കിട്ടിയത് കൊണ്ട് അദ്ദേഹം 2 സുന്ദരമായ തോട്ടങ്ങൾ വാങ്ങി. അയാൾ കാഫിറായിരുന്നു, അയാൾ അവിശ്വാസിയായിരുന്നു. മറ്റേയാൾ മൂമിനായ മനുഷ്യനായിരുന്നു. അയാൾക്ക് കിട്ടിയ അനന്തരാവകാശ സ്വത്ത് കൊണ്ട് അദ്ദേഹം ധർമ്മം ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സമ്പത്തെല്ലാം തീർന്നുപോയി. അദ്ദേഹം ദരിദ്രനായി ജീവിച്ചു. ഈ കാഫിറായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ നിന്നുള്ള വരുമാനം കൊണ്ട് വളരെ നല്ല നിലയിൽ സുഖസുന്ദരമായിട്ട് അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിഞ്ഞു. ആ ചരിത്രം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മൂന്നാമത്തെ ചരിത്രമാണ് ഇത്. മൂസ നബിയുടെ ഒരു ഇതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. മൂസ നബിയും ഖിദർ അലൈഹിസ്സലാം, ഖിദർ നബി അല്ല എന്നാണ് പ്രബലമായ അഭിപ്രായം. ഖിദർ വലിയാണ്, അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ടയാളാണ് എന്നാണ് ബലമായ അഭിപ്രായം. അപ്പോൾ മൂസ നബിയും ഖിദർ നബിയും ഖിദർ റളിയല്ലാഹു അൻഹു തമ്മിലുള്ള ചരിത്രത്തിൻ്റെ തുടക്കമാണ് ഈ ആയത്ത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ എടുക്കാം ഇൻഷാ അല്ലാഹ്. എല്ലാ വീഡിയോകളും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.